ഖുർആനിലെ 32-ാമത്തെ സൂറത്ത് സജദയിലെ 30 മണ്ടത്തരങ്ങളിൽ നിന്ന് ആദ്യത്തെ ഏതാനും മണ്ടത്തരങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. തുടർന്നുള്ള വാക്യങ്ങളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 13. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ ദേഹത്തിനും അതിൻ്റെ നേർമാർഗം നാം നൽകുമായിരുന്നു. പക്ഷേ എന്നിൽ നിന്ന് വാക്കു സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമെല്ലാം നരകത്തെ നിശ്ചയമായും ഞാൻ നിറയ്ക്കുന്നതാണ് എന്ന്. മൊത്തം വെള്ളത്തിലായില്ലേ. വൈകുന്നേരമോളം വെള്ളം കോരിയിട്ട് കുടം നിറഞ്ഞ സമയത്ത് കുടം അങ്ങോട്ട് ഇട്ടുടച്ച്. ഇതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്. ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ പിന്നെ ഈ ഖുർആൻ്റെ ആവശ്യമെന്ത്? ഈ മതത്തിൻ്റെ ആവശ്യമെന്ത്? പ്രവാചകൻ്റെ ആവശ്യമെന്ത്? ഇതെല്ലാം കപട നാടകമല്ലേ, കള്ളത്തരമല്ലേ, ചതിയല്ലേ? എന്തിനാണ് ഇങ്ങനെ ചതിച്ചിട്ട് നിരപരാധികളായ സൃഷ്ടികളെ നരകത്തിലിടാൻ കാത്തിരിക്കുന്നത് ഒരാൾ? ഇവിടെ എന്താ പറയുന്നത്? ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോരുത്തർക്കും അതിൻ്റെ നേർമാർഗം നൽകുമായിരുന്നു. പക്ഷേ എന്നിൽ നിന്നും വാക്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ജിന്നുകളിലും മനുഷ്യരിലുമെല്ലാം നരകത്തെ ഞാൻ നിറയ്ക്കുന്നതാണ്. അപ്പോൾ നരകത്തിന് വാക്ക് കൊടുത്തിരിക്കുകയാണ്. നരകത്തിൽ ഞാൻ ജിന്നുകളെയും മനുഷ്യരെയും കൊണ്ട് നിറച്ചോളാം, എൻ്റെ പള്ള നിറച്ച് ഞാൻ വിറകാക്കി തരാം മനുഷ്യന്മാരെ മുഴുവൻ എന്ന് നരകത്തിന് വാക്ക് കൊടുത്തിട്ട് കാത്തിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവർക്കും നേർമാർഗം കൊടുക്കാമായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെയല്ല തീരുമാനിച്ചിട്ടുള്ളത്. സകല എണ്ണത്തിനെയും പിടിച്ച് നരകത്തിലിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെ ഈ ചങ്ങാതി പറയുന്നത്. ഈ ഖുർആനും കൊണ്ടുവന്ന മുഹമ്മദിന് വട്ടായിരുന്നു എന്ന് മക്കക്കാർ പറഞ്ഞില്ലെങ്കിലല്ലേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഇങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ ഒരിക്കൽ പറഞ്ഞതിന് മുഴുവൻ വിരുദ്ധമായിട്ട് ഈ പുസ്തകം തന്നെ അപ്രസക്തമാക്കുന്ന, ഈ മതം തന്നെ തീർത്തും അപ്രസക്തമാക്കുന്ന രീതിയിൽ ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഞാനാണ് തീരുമാനിച്ചത് ആരൊക്കെ നേർമാർഗത്തിലാവണമെന്ന്. പക്ഷേ ഞാൻ തീരുമാനിച്ചത് മഹാഭൂരിപക്ഷത്തെയും നരകം നിറയ്ക്കാനാണ്, അതിനനുസരിച്ച് ഞാൻ നിങ്ങളൊക്കെ പേപ്പിച്ചതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഒരു വാചകത്തോടു കൂടി ഈ ഖുർആൻ എന്ന് പറയുന്ന സാധനം തന്നെ സമ്പൂർണ്ണമായും അപ്രസക്തമായില്ലേ? ഈ ജാതി വൈരുദ്ധ്യങ്ങൾ തലക്ക് വെളിവുള്ള ആരെങ്കിലും പറയുമോ? എന്തുകൊണ്ടാണ് മുഹമ്മദ് ഇജാതി പൊട്ടത്തരം മക്കയിൽ പറഞ്ഞത്? മുഹമ്മദിന് അവിടെ ഇങ്ങനെ പറയാൻ മാത്രം മാനസിക സമനില തെറ്റി. കാരണം മുഹമ്മദിൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു. 13 കൊല്ലം ഈ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടും മനുഷ്യന്മാർക്ക് അത് പൊട്ടത്തരം മനസ്സിലായി എന്നല്ലാതെ മുഹമ്മദ് പറയുന്നത് അംഗീകരിക്കാവുന്ന യാതൊരു തരത്തിലുള്ള പ്രതികരണവും മക്കയിലെ ജനങ്ങളിൽ നിന്നുണ്ടായില്ല. മുഹമ്മദിൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ തകർന്ന് തരിപ്പണമായപ്പോൾ മുഹമ്മദിൻ്റെ മനസ്സ് സമനില തെറ്റി. മുഹമ്മദിൻ്റെ വികാരം അവരോടുള്ള പ്രതിഷേധവും അവരോടുള്ള വിദ്വേഷവുമായി മാറി. ആ വിദ്വേഷമായി മാറിയപ്പോൾ തലക്ക് വെളിവില്ലാതെ മുഹമ്മദ് വിളിച്ചു പറഞ്ഞതാണ് നിങ്ങളൊക്കെ പടച്ചോൻ അല്ല എന്നത് പേപ്പിച്ചതാണ് എന്ന്. അവിടെയാണ് മുഹമ്മദിൻ്റെ തലയിലെഴുത്ത് എന്ന അസംബന്ധ സിദ്ധാന്തം രൂപപ്പെടുന്നത്. മനഃശാസ്ത്രപരമായിട്ട് മുഹമ്മദിൻ്റെ പരാജയ നിരാശയിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു വിരോധാഭാസമാണ് ഖുർആനിലെ ഈ തലയിലെഴുത്ത് എന്ന വിധിവിശ്വാസം. എല്ലാം അള്ളാഹു തന്നെയാണ് തീരുമാനിച്ചത്, എല്ലാം അള്ളാഹു തന്നെയാണ് നിശ്ചയിച്ചത് എന്ന ഈ ഒരു വാദം അംഗീകരിക്കപ്പെടുന്നതോടുകൂടി ഈ മതം തീർത്തും അപ്രസക്തമായി മാറുന്നു. ഈ ഖുർആൻ ഒന്നിനും കൊള്ളാത്ത ഒന്നായി മാറുന്നു. ഈ പ്രവാചകൻ വെറും അനാവശ്യമായി മാറുന്നു. ഈ കഥ മൊത്തം ഫ്ലോപ്പായി മാറുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന വൈരുദ്ധ്യം. എന്നിട്ടും സാമാന്യ യുക്തിക്ക് നിരക്കാത്ത ഈ വൈരുദ്ധ്യം എങ്ങനെയാണ് മനുഷ്യൻ പേറുന്നത്? ആ വൈരുദ്ധ്യം പേറാനാണ് നമ്മളെ നിർബന്ധിക്കുന്നത്. യുക്തിക്ക് നിരക്കാത്ത ഈ കാര്യം നമ്മൾ പേറണം. കാരണം നമ്മളെ യുക്തിക്ക് പരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാവാത്തതെന്നൊക്കെയാണ് ഇതിന് ന്യായമായിട്ട് പറയുന്നത്. എന്നിട്ട് യുക്തിയുടെ പരിമിതി കൊണ്ട് മനുഷ്യർക്ക് മനസ്സിലാവാത്തതും ബോധ്യപ്പെടാത്തതും വട്ടാണെന്ന് മനുഷ്യർക്ക് ബോധ്യപ്പെട്ടതുമായ കാര്യം കണ്ണു തൊടാതെ വിഴുങ്ങി വിശ്വസിച്ചില്ല എന്നതിൻ്റെ പേരിൽ അവരെ നരകത്തിലിടാൻ കാത്തിരിക്കുകയാണ്. കാരുണ്യം കൊണ്ട് പൊര നിറഞ്ഞിരിക്കപ്പുറതിയില്ലാതെ സൃഷ്ടി നടത്തിയ കാരുണ്യവാനായ അള്ളാഹു. എന്ത് സാമാന്യ യുക്തിയാണ് ഈ പറയുന്ന കഥയിലുള്ളത്? എങ്ങനെയാണ് ഈ വിരോധാഭാസങ്ങൾ മനുഷ്യൻ ഒരു തലയ്ക്കുള്ളിൽ പേറിക്കൊണ്ട് നടക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലാവുന്നില്ല എന്നുള്ളത് എൻ്റെ ബുദ്ധിയുടെ പരിമിതിയാണെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. അതിന് എന്നെ പിടിച്ച് നരകത്തിലിടുന്ന ഒരു ചങ്ങാതിയാണ് പടച്ചോനെങ്കിൽ ആ ചങ്ങാതി കാരുണ്യവാനാണ് എന്നും പറഞ്ഞു കിടക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. 14. ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവീൻ. നിശ്ചയമായും നാം നിങ്ങളെ വിസ്മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായി ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തുകൊള്ളുവിൻ.
ഈ പറഞ്ഞതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. കാരണം മനുഷ്യർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടും മണ്ടത്തരമാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടും വൈരുദ്ധ്യം ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടുമാണ് മനുഷ്യർ ഇത്തരം വിശ്വാസങ്ങളെ തള്ളിക്കളഞ്ഞത്. അത് പിന്നീട് നേരിട്ട് അവർക്ക് ഇതൊക്കെ കണ്ട് ബോധ്യപ്പെട്ടപ്പോൾ അവർ വിശ്വസിക്കാൻ തയ്യാറായി. അത് ഞാൻ സ്വീകരിക്കൂല, എന്നാലും ഞാൻ പിടിച്ച് നരകത്തിലിടും എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പോൾ തെളിവില്ലാതെ വിശ്വസിക്കണം, ബോധ്യപ്പെടാതെ വിശ്വസിക്കണം, മണ്ടത്തരമാണ് എന്ന് ഉറപ്പായാലും വിശ്വസിക്കണം എന്ന ശാഠ്യമാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. എന്ന് മാത്രമല്ല, നിങ്ങൾ വിസ്മരിച്ചതുകൊണ്ട് ഞാനും വിസ്മരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹു വിസ്മരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സർവ്വജ്ഞാനം പൊളിഞ്ഞില്ലേ? നമ്മൾ അള്ളാഹിനെ മറന്നുകൊണ്ട് നമ്മൾ അള്ളാഹു ഇങ്ങോട്ടും മറക്കുന്നു. സർവജ്ഞാനിയായ അള്ളാഹു പറയുകയാണ്. 15 നിശ്ചയമായും നമ്മുടെ ആയത്തുകളിൽ യാതൊരു കൂട്ടർ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. അവർക്ക് അവ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ അവർ സുജൂദ് ചെയ്യുന്നവരായി നിലംപതിക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അവരാകട്ടെ ഗർവ് നടിക്കുകയുമില്ല. ഗർവ് കൊണ്ടല്ലല്ലോ, ഇത് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ലേ അവർ വിശ്വസിക്കാൻ കൂട്ടാക്കാതിരുന്നത്. ഇതിന് കേട്ട പാടില്ല അങ്ങോട്ട് സുജൂദ് ചെയ്ത് കമന്നടിച്ച് ഇതാണ്ട് വിശ്വസിക്കും എന്ന് പറഞ്ഞാൽ അത് അന്ധവിശ്വാസം എന്നല്ല അതിൻ്റെ അർത്ഥം. അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ മനുഷ്യർ പല തട്ടിപ്പുകാരുടെയും പിടിയിൽ പെട്ടുപോകുന്നത്, ആൾ ദൈവങ്ങളുടെ പിടിയിൽ പെട്ടുപോകുന്നത്. ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളിലും ആളുകൾ വിശ്വസിക്കാൻ തയ്യാറായത് ഈ സമീപനം സ്വീകരിച്ചതുകൊണ്ടാണ്. തെളിവില്ലാതെ ബോധ്യപ്പെടാതെ കണ്ണും പൂട്ടി വിശ്വസിക്കാൻ മനുഷ്യർ തയ്യാറായത് കൊണ്ടാണ് മനുഷ്യർ ഇത്രയും അധികം വിശ്വാസങ്ങളിലും കെട്ടുകഥകളിലും അന്ധവിശ്വാസങ്ങളിലും തട്ടിപ്പുകാരിലും ആൾദൈവങ്ങളിലും ഒക്കെ വിശ്വസിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത്. അതൊരു നന്മയായിട്ടാണ് ഇവിടെ പറയുന്നത്. അന്ധമായി വിശ്വസിച്ച് കമന്നടിച്ച് വീഴുക എന്നുള്ളതൊരു നന്മയാണ് എന്നാണ് ഈ ചങ്ങാതി ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇതേ ഖുർആനിൽ തന്നെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിന്തിക്കേണ്ടതിൻ്റെയും ബുദ്ധി ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകതയും പറയുന്നുണ്ട്. ബുദ്ധിയും ചിന്തയും ഉപയോഗിക്കാതെ കണ്ണും പൂട്ടി കേട്ടത് അപ്പാടെ അങ്ങ് വെട്ടി വിഴുങ്ങിയിട്ട് കമന്നടിച്ച് വീണ് സുജൂദ് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. അന്ധമായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുക. ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അപ്പം അങ്ങോട്ട് വിശ്വസിക്കുക എന്നാണ് ഈ പറയുന്നത്. മുഹമ്മദ് വന്നിട്ട് എന്തൊക്കെയോ പരസ്പര വിരുദ്ധമായിട്ടുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞു. അത് കണ്ണും പൂട്ടി കുറച്ച് ആൾക്കാർ വിശ്വസിച്ചു. പക്ഷേ ബുദ്ധിയും വിവരമുള്ളവർ ചോദ്യങ്ങൾ ചോദിച്ചു, തെളിവ് ചോദിച്ചു, ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. അതൊന്നും കൊടുക്കാൻ മുഹമ്മദിന് കഴിഞ്ഞില്ല. അവരാരും വിശ്വസിക്കാൻ തയ്യാറായില്ല. അപ്പോൾ പറയാണ്ട് ആരെങ്കിലും എന്തെങ്കിലും വന്ന് പൊട്ടത്തരം പറഞ്ഞാൽ കവന്നടിച്ച് വീണ് വിശ്വസിക്കുകയും സുജൂദ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് മാത്രമേ ഞാൻ പറയുന്ന പൊട്ടത്തരങ്ങൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് ഈ അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പറയുകയാണ്. എന്തൊരു മണ്ടത്തരാണ് ഈ പറയുന്നത്. 16 തങ്ങളുടെ രക്ഷിതാവിനോട് ഭയവും ആശയും നിമിത്തം പ്രാർത്ഥന ചെയ്തുകൊണ്ട് അവരുടെ പാർശ്വങ്ങൾ കിടപ്പുസ്ഥാനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ് നാം അവർക്ക് നൽകിയിട്ടുള്ളതിൽ നിന്ന് അവർ ചെലവഴിക്കുകയും ചെയ്യും. അങ്ങനെ അന്ധമായിട്ട് വിശ്വസിച്ച ആൾക്കാരുടെ ലക്ഷണമാണ് പറയുന്നത്. അവർ രാത്രി കിടന്നുറങ്ങുന്നിടത്ത് എണീറ്റ് പോയിട്ട് അള്ളാഹുവിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറക്കമൊഴിച്ചിട്ട് ഇരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഈ ഉറക്കമൊഴിച്ച് മനുഷ്യർ രാത്രി കിടന്നുറങ്ങാതെ പോയിട്ട് അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുകയും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിനെ പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ എൻ്റെ പൊട്ടത്തരങ്ങൾ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വിശ്വസിച്ചവർക്ക് മാത്രമേ ഞാൻ നാളെ പരലോകത്ത് സമ്മാനം കൊടുക്കുള്ളൂ എന്ന്. അന്ധവിശ്വാസികൾക്ക് സമ്മാനം കൊടുക്കാൻ കാത്തിരിക്കുന്ന ഒരു അന്ധവിശ്വാസ കച്ചവടക്കാരനാണ് ദൈവം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. എന്നിട്ട് രാത്രി മനുഷ്യർ ഉറക്കമൊഴിച്ചിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. എന്തൊരു ദുഷ്ടനാണ് അള്ളാഹു എന്ന് ആലോചിച്ചു. മനുഷ്യൻ എന്തിനാണ് ഉറങ്ങുന്നത്? മനുഷ്യൻ ഉറങ്ങുന്നത് അവൻ്റെ ശരീരവും മനസ്സും ഒക്കെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടാണ്. നാളെ വീണ്ടും ഉന്മേഷത്തോടു കൂടി അവൻ്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, അവൻ്റെ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യാൻ അവന് വേണ്ട ബുദ്ധി റീചാർജ് ചെയ്യുന്ന പണിയാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. തലച്ചോറ് റീചാർജ് ചെയ്യുന്ന വിശ്രമവേളയാണ് ഉറക്കം എന്ന് പറയുന്നത്. ആ ഉറക്കം ഒഴിവാക്കിയിട്ട് ആ നേരം കൂടി അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എത്ര ദുഷ്ടനാണ് അള്ളാഹു നോക്ക്. സ്വന്തം സൃഷ്ടികൾ അവരുടെ ബുദ്ധി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്രമിക്കുന്നത് പോലും ഒഴിവാക്കിയിട്ട് തന്നെ സ്തുതിച്ചുകൊണ്ടും തന്നെ പ്രകീർത്തിച്ചുകൊണ്ടും തൻ്റെ മുമ്പിൽ കുമ്പിട്ട് കമന്നടിച്ച് വീണുകൊണ്ടും ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പരമദുഷ്ടനും സ്വാർത്ഥനും യാതൊരു തരത്തിലുള്ള തലക്ക് വെളിവുമില്ലാത്ത ഒരാളാണ് ദൈവം എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. എന്തിനാണ് ദൈവത്തിന് ഈ കണ്ട പ്രപഞ്ചം മുഴുവൻ ഉണ്ടാക്കി കുൻപറഞ്ഞുണ്ടാക്കാൻ കഴിവുള്ള ദൈവത്തിന്, സർവ്വപ്രതാപിയാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരു ദൈവത്തിന്, സർവ്വശക്തനാണെന്ന് അവകാശപ്പെടുന്ന ഒരു ദൈവത്തിന് തൻ്റെ സൃഷ്ടികളിങ്ങനെ കമന്നടിച്ച് തന്നെ എപ്പോഴും സ്തുതിച്ചുകൊണ്ടിരിക്കണമെന്ന്, ഒരു കടന്നുറങ്ങാൻ പോലും പാടില്ല എന്നൊക്കെ പറയുന്ന എന്താണ് ഇതിൻ്റെ യുക്തി? എന്താണ് ഇതിനൊക്കെ ഒരു അർത്ഥമുള്ളത്?
എത്ര വലിയ വൈരുദ്ധ്യമാണ്. ദൈവം എന്ന് പറയുന്ന ഒരു ചങ്ങാതി ഇത്രയും മോശമാണ്, ഇത്രയും അല്പനാണ് എന്ന് ദൈവം തന്നെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ പുസ്തകം ദൈവത്തിൻ്റെ പുസ്തകമല്ല എന്നതിന് ഇതിലുള്ള ദൈവനിന്ദ തന്നെ പോരെ തെളിവ്. ഇതൊക്കെ ദൈവത്തെ നിന്ദിക്കലാണ്. ദൈവം എന്ന് പറയുന്നൊരു കഥാപാത്രം എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പുസ്തകമൊക്കെ എഴുതിയവൻ ആ ദൈവം വെറുതെ വിടുമോ? അവനെയാണ് പിടിച്ച് നരകത്തിൽ പിഴിഞ്ഞ് ചാറാക്കി നരകത്തിൽ എറിയുക. ഈ പുസ്തകമൊക്കെ എഴുതിയത് ദൈവമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ നിന്ദിക്കുന്നവരെ. കാരണം അത്രമാത്രം ദൈവത്തെ തരം താഴ്ത്തുകയും അവഹേളിക്കുകയും നിന്ദിക്കുകയുമാണ് ഈ പുസ്തകം ചെയ്യുന്നത്. ദൈവം ഒരല്പനാണെന്നാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. 17 അതിനാൽ ആനന്ദകരമായി അവർക്ക് വേണ്ടി മറച്ചു വയ്ക്കപ്പെട്ടിട്ടുള്ളത് ഒരാൾക്കും അറിയാവുന്നതല്ല, അവർ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായിട്ട് എന്തൊക്കെയോ നമുക്ക് സമ്മാനമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ആർക്ക്? ഈ അന്ധവിശ്വാസികൾക്ക്. 18 അപ്പോൾ സത്യവിശ്വാസിയായിരിക്കുന്നവൻ തോന്നിയവാസിയായിരിക്കുന്നവനെ പോലെയാണോ? അല്ല, അവർ സമമാവുകയില്ല. 19 എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവരാകട്ടെ അവർ പ്രവർത്തിച്ചു വരുന്നതിൻ്റെ ഫലമായി സൽക്കാരം എന്ന നിലയിൽ അവർക്ക് വാസത്തിൻ്റെ സ്വർഗങ്ങളുണ്ടായിരിക്കും. 20 എന്നാൽ തോന്നിവാസം പ്രവർത്തിച്ചവരാകട്ടെ അവരുടെ വാസസ്ഥലം നരകമാകുന്നു. അവർ അതിൽ നിന്ന് പുറത്തേക്ക് പോകുവാൻ ഉദ്യമിക്കുമ്പോഴെല്ലാം അതിൽ അവർ മടക്കപ്പെടുന്നതാണ്. അവരോട് പറയപ്പെടുകയും ചെയ്യും, നിങ്ങൾ വ്യാജമാക്കിയിരുന്നതായ ആ നരകശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ എന്ന്. സർവശക്തനായ, നീതിമാനായ, കാരുണ്യവാനായ ഒരു ദൈവത്തിന് തൻ്റെ അസ്തിത്വം, തൻ്റെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ ഈ രീതിയിൽ നരകം കാട്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും സ്വർഗത്തിലെ കള്ളും പെണ്ണും കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഗതികേട് വന്നു എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇതെല്ലാം ഞാൻ തന്നെയാണ് നേരത്തെ തീരുമാനിച്ചത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ കൊതിപ്പിക്കലും ഈ പേടിപ്പിക്കലും നടത്തുന്നത് തീർത്തും അപ്രസക്തവും അർത്ഥശൂന്യവുമായിട്ടുള്ള ഒരു വാദവുമാണ്. 21 ഏറ്റവും വലുതായ ശിക്ഷയ്ക്ക് പുറമെ അവർക്ക് നാം തന്നെ താഴ്ന്ന തരം ശിക്ഷകളും ആസ്വദിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അവർ മടങ്ങിയേക്കാമല്ലോ. ഇപ്പോൾ നരകത്തിൽ പരലോകത്ത് കൊടുക്കുന്ന വലിയ ശിക്ഷയ്ക്ക് പുറമെ ഇഹലോകത്ത് ചെറിയ ചെറിയ ശിക്ഷകൾ, ഓരോ രോഗം ഉണ്ടാക്കിയിട്ടും അപകടം വരുത്തിയിട്ടും പട്ടിണി ഉണ്ടാക്കിയിട്ടും അങ്ങനെയുള്ള ചോട്ടാ ശിക്ഷകൾ ഇവിടുന്ന് കൊടുക്കും. അവരെങ്ങനെയെങ്കിലും ഒന്ന് നന്നായെങ്കിലോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ആരാണ്? എല്ലാം ഞാൻ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ച് നരകത്തേക്ക് നടക്കാൻ തീരുമാനിച്ച് എഴുതി വെച്ചത് എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ പറഞ്ഞു, എന്നാലെങ്കിലും നിങ്ങളൊന്ന് നന്നായെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയും ചെയ്യുന്നു. എങ്ങനെ ഇതൊക്കെ കൂടെ പൊരുത്തപ്പെടുക? തൻ്റെ രക്ഷിതാവിൻ്റെ ആയത്തുകൾ മുഖേന ഉത്ബോധനം ചെയ്യപ്പെടുകയും എന്നിട്ട് അവയെ വിട്ട് തിരിഞ്ഞു കളയുകയും ചെയ്തവനേക്കാൾ അക്രമി ആരാണുള്ളത്? നിശ്ചയമായും കുറ്റവാളികളോട് നാം ശിക്ഷാ നടപടിയെടുക്കുന്നവരാകുന്നു. ഇതൊക്കെ മക്കയിലുള്ള അബൂജഹലും കൂട്ടരും അവിടെ ഉണ്ടായിരുന്ന പ്രമാണിമാരെ ഓരോരുത്തരെ മുഖത്തേക്ക് നോക്കി മുഹമ്മദിൻ്റെ കലിപ്പ് തീർത്തതാണ് എന്നാണ് വ്യാഖ്യാനങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് മക്കയിലെ 13 കൊല്ലം മുഹമ്മദിൻ്റെ ഇതിൻ്റെയായിരുന്നു പണി. താൻ പറയുന്നത് അംഗീകരിക്കാതെയും അതിനെ ചോദ്യം ചെയ്യുകയും തെളിവ് ചോദിക്കുകയും ചെയ്തിരുന്ന മക്ക പ്രമാണിമാർക്ക് നേരെ ഇതുപോലെ കൂടുതൽ പരിഹാസ്യമായ ഭീഷണികൾ മുഴക്കുക എന്നത് തന്നെയായിരുന്നു മുഹമ്മദിൻ്റെ പണി. അങ്ങനെ പരിഹാസ്യമായ ഭീഷണികൾ മുഴക്കുകയും ഇതുപോലുള്ള വൈരുദ്ധ്യങ്ങൾ വിളിച്ച് പറയുകയും ചെയ്യുക വഴി മുഹമ്മദ് കൂടുതൽ മക്കയിൽ പരിഹാസ്യനാവുകയാണ് ചെയ്തത്. 23 മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കാഴ്ചയെക്കുറിച്ച് നീ യാതൊരു ആശങ്കയിലും ആകേണ്ടതില്ല. നാം അതിനെ ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനമാക്കുകയും ചെയ്തു. ഈ വാക്യം ഖുർആനിൻ്റെ ദൈവീകതയെ പൊളിച്ചെടുക്കുന്ന ഒരു ഒന്നാന്തരം ദൃഷ്ടാന്തമാണ്. മുഹമ്മദ് സ്കൂളിൽ പോവാത്തത് കൊണ്ട് മുഹമ്മദിന് ഒരു ആശയം ഒരു വാക്യത്തിൽ ഒതുക്കി പറയാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വാചകം. ഈ വാചകത്തിൽ മുഹമ്മദ് എന്ത് പറയാനാണോ ഉദ്ദേശിച്ചത് അത് പറയുന്നതിന് ഒരു നിലക്കും അനുയോജ്യമല്ലാത്ത ഭാഷാ പ്രയോഗങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാക്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ അറബി ഭാഷയിൽ ഇതിന് വ്യാഖ്യാനം എഴുതിയ ആളുകൾ തന്നെ ഉരുണ്ടുമറിയുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതുകൂടാതെ മറ്റു ഭാഷകളിലേക്ക് ഇതിനെ ഭാഷാന്തരം ചെയ്ത ആളുകൾ അള്ളാഹുവിൻ്റെ ആയത്തിനെ വെട്ടി എഡിറ്റ് ചെയ്തിട്ട് വേറെ വാക്കുകൾ കൂട്ടിച്ചേർത്ത് ആശയം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇതിനെ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. ഞാനിപ്പോൾ വായിച്ചത് അമാനി മൗലവിയുടെ തഫ്സീറിൽ നിന്നാണ്. അതിൻ്റെ മുജാഹിദുകളുടെ തന്നെ ഓൺലൈൻ തഫ്സീറിൽ
കൊടുത്തിട്ടുള്ളതാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇനി തുടർന്ന് ഞാൻ മറ്റു പരിഭാഷകളിൽ നിന്ന് എങ്ങനെയാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത് എന്നുകൂടെ കാണിക്കാം. ആദ്യം അമാനി മൗലവിയുടെ ഈ വ്യാഖ്യാന പുസ്തകത്തിൽ ഇതിൻ്റെ അർത്ഥമായിട്ട് കൊടുത്തിട്ടുള്ള വാചകവും അത് വാക്കുകൾ വേർതിരിച്ച് കൊടുത്തിട്ടുള്ള വാക്കർത്ഥവും നാം വായിക്കാം, കാണിച്ചു തരാം. അതിലുള്ള ഞാനീ പറഞ്ഞ അവ്യക്തത, ആശയ അവ്യക്തത എത്രത്തോളം ഉണ്ട് എന്നും ഇതിലെ ഭാഷാപ്രയോഗങ്ങൾ എത്രത്തോളം ആശയത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് എന്നും ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വലക്കത് ആത്തൈന മൂസൽ കിതാബ്, മൂസയ്ക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി. അത്രയും വലിയ കുഴപ്പമൊന്നുമില്ല. ഫലാ തക്കൂന ഫീ മിറിയത്തിൻ മിൻ ലിഖാഇഹി, എന്നാൽ അതിൻ്റെ കാഴ്ചയെക്കുറിച്ച് നീ യാതൊരു ആശങ്കയിലും ആകേണ്ടതില്ല. വജഅൽനാഹു ഹുദൻ ലി ബനി ഇസ്രായീൽ, അതിനെ ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനമാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് വാചകത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ വാക്കുകൾ മുറിച്ചു കൊടുത്തിട്ടുള്ളത് നോക്കുക. വലക്കത് ആത്തൈന, നാം നൽകിയിട്ടുണ്ട്, മൂസാക്ക് അൽ കിതാബ്, വേദഗ്രന്ഥം, ഫലാ തക്കൂന്, എന്നാൽ നീ ആവരുത്, ഫീ മിറിയത്തിൻ, ഒരു ആശങ്കയിലും സംശയത്തിലും, മിൻ ലിഖാഇഹി, അതിൻ്റെ കാഴ്ചയെപ്പറ്റി. മിൻ ലിഖാഇഹി എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ കാഴ്ചയെപ്പറ്റി എന്നാണ്. എന്നിട്ട് ഇവിടെ വാക്കർത്ഥം കൊടുത്തെടുത്ത് അമാനി മൗലവി കാണിച്ചിരിക്കുന്ന തരികിട നോക്കുക. അതിൻ്റെ എന്നതിന് ബ്രാക്കറ്റിൽ അദ്ദേഹത്തിൻ്റെ എന്ന് കൊടുത്തിരിക്കുന്നു. മിൻ ലിഖാഇഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാഴ്ചയെപ്പറ്റി എന്നാണ് വാക്കർത്ഥം. അവിടെ അതിൻ്റെ എന്നുള്ളതിന് അദ്ദേഹത്തിൻ്റെ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ആവുക എന്നുള്ളത് എത്ര ആലോചിച്ചാലും പിടികിട്ടൂല. ഇനി കാഴ്ചയെപ്പറ്റി എന്നുള്ളതിന് ബ്രാക്കറ്റിൽ ഏറ്റെടുക്കലിനെ പറ്റി എന്നും കൊടുത്തിരിക്കുന്നു. എന്ത് ബന്ധമാണ് ഈ രണ്ട് വാക്കും തമ്മിലുള്ളത്? കാഴ്ചയെപ്പറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കലിനെ പറ്റി എന്നെങ്ങനെയാവുക? അതിൻ്റെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്നെങ്ങനെയാവുക? ഇനി വജഅൽനാഹു, അദ്ദേഹത്തെ നാം ആക്കുകയും ചെയ്തു. അവിടെ ബ്രാക്കറ്റിൽ അതിനേന്നാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിനേന്നാണോ അതിനേന്നാണോ? വജഅൽനാഹു എന്ന വാക്കിന് അദ്ദേഹത്തെ എന്നാണ് ഇവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നത്, ബ്രാക്കറ്റിൽ അതിനേന്ന് കൊടുത്തിരിക്കുന്നത്. നാം ആക്കുകയും ചെയ്തു. ഹുദൻ, മാർഗദർശനം, ലി ബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക്, ഇങ്ങനെയാണ് അർത്ഥം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ലിഖാഇഹി എന്ന വാക്ക് പ്രയോഗിച്ചിടത്താണ് കുഴപ്പം മുഴുവൻ പറ്റിയിരിക്കുന്നത്. ആ വാക്കും ഈ വാചകം കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥവും തമ്മിൽ യാതൊരു യോജിപ്പുമില്ല. അതിന് ബ്രാക്കറ്റിൽ വേറെ വാക്കുകൾ കൊണ്ടുവന്നിട്ട് അർത്ഥമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ വാക്യത്തിന് സുന്നി തഫ്സീറിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം നോക്കുക. നിശ്ചയമായി മൂസാ നബിക്ക് നാം വേദം നൽകി, എന്നാൽ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് താങ്കൾ ഒട്ടും സംശയത്തിലാകേണ്ടതില്ല. അദ്ദേഹത്തെ നാം ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനമാക്കുകയും ചെയ്തു. ഇവിടെ എന്നാൽ അദ്ദേഹത്തിൻ്റെ, അവിടെ ബ്രാക്കറ്റിൽ അഥവാ അതിൻ്റെ എന്നാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ലിഖായി എന്നുള്ളതിന് കണ്ടെത്തലിനെ കുറിച്ച് താങ്കൾ ഒട്ടും സംശയിക്കേണ്ടതില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിനെ കുറിച്ച് താങ്കൾ ഒട്ടും സംശയത്തിലാകേണ്ടതില്ല. എന്താണ് ഈ മൂസാ നബീൻ്റെ കണ്ടെത്തൽ? എന്താണ്? അതല്ലെങ്കിൽ മൂസാ നബീൻ്റെ കിതാബിൻ്റെ കണ്ടെത്തൽ എന്താ? അത് ഏതാണെന്നുള്ള വ്യക്തമല്ല. കണ്ടെത്തലിൻ്റെ എന്നാണ് ഇവിടെ. മറ്റിടത്ത് കാഴ്ചയുടെ എന്നായിരുന്നു അർത്ഥം കൊടുത്തത്. ഇവിടെ കണ്ടെത്തലിൻ്റെ എന്ന് അർത്ഥം കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് അമാനി മൗലവി നൽകുന്ന വിശദീകരണം വായിക്കാം. ലിഖാ എന്ന വാക്കിന് കാണുക, ഏറ്റെടുക്കുക, സ്വീകരിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ലിഖാഇഹി എന്നതിലുള്ള സർവനാമം വേദഗ്രന്ഥത്തെ ഉദ്ദേശിച്ചോ മൂസായെ ഉദ്ദേശിച്ചോ ആകാവുന്നതുമാണ്. ഉറപ്പില്ല. ഈ അടിസ്ഥാനത്തിൽ 23-ാം വചനത്തിലെ ആദ്യ ഭാഗത്തിന് ഒന്നിലധികം വ്യാഖ്യാനം നൽകപ്പെട്ടു കാണാം. വാചകഘടനയും സന്ദർഭവും വെച്ച് നോക്കുമ്പോൾ താഴെ പറയുന്ന രണ്ടിലൊരു വ്യാഖ്യാനമാണ് അവയിൽ വെച്ച് കൂടുതൽ യുക്തമായി തോന്നുന്നത്. അപ്പോൾ 1,000 വ്യാഖ്യാനമുണ്ട്, അതിൽ നിന്ന് 2 യുക്തമായി തോന്നുന്നു എന്നും പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. മൂസയ്ക്ക് വേദഗ്രന്ഥം നൽകിയിട്ട് അദ്ദേഹത്തിനുണ്ടായ കാഴ്ചയെപ്പറ്റി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന എതിർപ്പുകളെയും വിഷമങ്ങളെയും കുറിച്ച് ഒട്ടും സംശയിക്കുവാനില്ല. വളരെ കടുത്തതായിരുന്നു അത്. അതുപോലെ തന്നെയാണ് ഈ ജനതയിൽ നിന്ന് തനിക്കും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാചകവും ഈ പറഞ്ഞതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
2 മൂസയ്ക്ക് വേദഗ്രന്ഥം കൊടുത്തുവല്ലോ, അതുപോലെ നീയും വേദഗ്രന്ഥവും കാണുന്നതിനെ സംബന്ധിച്ച് അഥവാ ജനങ്ങൾക്ക് മാർഗദർശകവും നിയമസംഹിതയുമാകുന്ന ഒരു പൂർണ്ണഗ്രന്ഥം തനിക്കും ലഭിക്കുമാറാകുന്നതിനെക്കുറിച്ച് ഒട്ടും ആശങ്കയ്ക്ക് അവകാശമില്ല, അത് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഖുർആനിൽ പറഞ്ഞ വാചകവും ഈ അർത്ഥം പറയലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വചനങ്ങളിൽ 1-2 സൂചനകൾ അടങ്ങിയിട്ടുള്ളതായി കാണാം. ഇസ്രായേല്യർ വേദഗ്രന്ഥം വെടിയുകയും സത്യത്തിൽ നിന്ന് പാടെ ഭിന്നിച്ചു പോവുകയും ചെയ്തപ്പോൾ അവരെ നയിക്കത്തക്ക നേതാക്കൾ അവരിലില്ലാതായി. വേദഗ്രന്ഥമാകട്ടെ അതിൻ്റെ സാക്ഷാൽ രൂപത്തിൽ അവശേഷിക്കാതെയും ആ രൂപത്തിൽ അത് ആരാലും അംഗീകരിക്കപ്പെടാതെയും ആയിത്തീർന്നു. അതുകൊണ്ട് ഒരു പുതിയ ന്യായപ്രമാണത്തിൻ്റെയും വേദഗ്രന്ഥത്തിൻ്റെയും ആവശ്യം നേരിട്ടിരിക്കുകയാണ്. ആ ഗ്രന്ഥം കാലാവസാനം വരെ അവശേഷിക്കുന്നതാവണം. അതിൻ്റെ അധ്യാപനങ്ങൾ എല്ലാ കാലത്തും യഥാവിധി തുറന്നു കാട്ടുവാൻ പര്യാപ്തമായ ആളുകൾ ഉണ്ടായിരിക്കുകയും വേണം. അതത്രേ വിശുദ്ധ ഖുർആൻ. അള്ളാഹു പറയുന്നു, നാം തന്നെയാണ് പ്രമാണം അവതരിപ്പിച്ചത്, നാം തന്നെ അത് കാത്തു സൂക്ഷിക്കുന്നവരുമാണ്. ഈ പറഞ്ഞതിലൊക്കെയുള്ള വൈരുദ്ധ്യം നമുക്ക് ചർച്ച ചെയ്യാൻ നിന്നാൽ വൈകുന്നേരമോളം പറഞ്ഞാൽ തീരുമില്ല. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അള്ളാഹു സൃഷ്ടിച്ചതെല്ലാം അഹ്സനാണെന്നാണ് നേരത്തെ പറഞ്ഞത്. അള്ളാഹു കൊടുത്തയച്ച കിതാബ് ഒന്നിനും കൊള്ളാത്ത കോലത്തിലാക്കി എന്നാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കും എന്നും പറയുന്നു. എന്നിട്ട് കാത്തു സൂക്ഷിച്ചതിൻ്റെ കോലമാണ് ഇവിടെ ഈ പറഞ്ഞത്. ഇതുവരെ അള്ളാഹു കൊടുത്തയച്ച കിതാബൊക്കെ ഒന്നിനും കൊള്ളാത്ത കോലത്തിലായി എന്ന്. അപ്പോൾ അതേ അള്ളാഹു തന്നെയാണ് അള്ളാഹിൻ്റെ കിതാബൊക്കെ സംരക്ഷിക്കുമെന്നും ഇവിടെ പറയുന്നത്. അതൊക്കെ പറഞ്ഞു. എന്തായാലും ഈ വാചകത്തിലെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ് എന്ന് ഈ പറഞ്ഞ ആശയങ്ങളുമായിട്ടൊന്നും യാതൊരു പൊരുത്തവും ഈ വാചകത്തിൽ ഇല്ല എന്ന് ഇവിടെ വ്യക്തമാണ്. ഇനി മൗദൂദി എങ്ങനെയാണ് തരികിട ഒപ്പിച്ചിട്ടുള്ളത് നോക്കാം. മൗദൂദി ഈ വാചകവും അതിൻ്റെ ഘടനയും അതിലെ വാക്കുകളും ഒന്നും പരിഗണിക്കാതെ മൗദൂദിക്ക് തോന്നിയ ഒരർത്ഥം കൊണ്ട് കൊടുത്തിരിക്കുകയാണ്. ഇതിനു മുമ്പ് മൂസാക്കു നാം വേദം നൽകിയിട്ടുണ്ട്, അതിനാൽ അതേ സംഗതി ലഭിക്കുന്നതിൽ താങ്കൾക്ക് യാതൊരു സന്ദേഹവും ഉണ്ടാവേണ്ടതില്ല. അതേ സംഗതി ലഭിക്കുന്നതിൽ താങ്കൾക്ക് യാതൊരു സന്ദേഹവും ഉണ്ടാവേണ്ടതില്ല. അതൊന്നും ഖുർആനിൽ പറഞ്ഞിട്ടേ ഇല്ല. ഖുർആനിൽ അങ്ങനെ ഒന്നുമല്ല പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ പറഞ്ഞത് ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ ഒരു വാക്യം പറഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഒരു കാര്യം ആശയവ്യക്തതയോടുകൂടി നാട്ടുകാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനുള്ള ഭാഷാ പരിജ്ഞാനം പോലും സ്കൂളിൻ്റെ പടി കാണാത്ത മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ഉണ്ടായിരുന്നില്ല എന്നാണ് ഈ വാക്യം തെളിയിക്കുന്നത്. അടുത്ത വാക്യം 24. തങ്ങൾ ക്ഷമ കൈക്കൊണ്ടപ്പോൾ നമ്മുടെ കൽപ്പനയനുസരിച്ച് മാർഗദർശനം നൽകുന്ന ചില നേതാക്കളെ നാം അവരിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അവർ നമ്മുടെ ആയത്തുകളിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു. ഇത് ഇസ്രായേല്യരുടെ ജൂതന്മാരുടെ കാര്യമാണ് പറയുന്നത് എന്നൊക്കെയാണ് വ്യാഖ്യാനം. കാരണം മൂസയുടെ കാര്യമാണല്ലോ മുമ്പ് പറഞ്ഞത്. അവർ ദൃഢമായി വിശ്വസിച്ചപ്പോൾ അവർക്ക് നല്ല നേതാക്കന്മാരെയും നല്ല രാജാക്കന്മാരെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അവരുടെ വിശ്വാസത്തിൽ ദൃഢത കുറഞ്ഞപ്പോൾ അവരാകെ തുമ്പില്ലാതായി, തമ്മിൽ തല്ലി ചിന്നിച്ചെതറിപ്പോയി. അങ്ങനെ മറ്റുള്ളവർ അവരെ കീഴ്പ്പെടുത്തി എന്നൊക്കെയാണ് ബൈബിൾ കഥയെ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. 25. നിശ്ചയമായും അവർ ഭിന്നിച്ചു കൊണ്ടിരുന്ന കാര്യത്തിൽ നിൻ്റെ റബ്ബ് തന്നെ അവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ തീരുമാനം ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹു ഒരു ദൂതനെ അയച്ച് ഒരു കിതാബും കൊടുത്തയച്ചിട്ട് ആ ദൂതനും ദൂതൻ്റെ ആൾക്കാരും ആ കിതാബിൻ്റെ പേരിൽ തന്നെ ഭിന്നിച്ചു. ആ കിതാബിലുള്ള ആശയങ്ങളൊക്കെ അവർ തൂഫാനാക്കി കേടുവരുത്തി. അള്ളാഹു ആണെങ്കിൽ സൃഷ്ടിക്കുന്ന സാധനം മുഴുവൻ ഭയങ്കര അന്യൂനമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള സൃഷ്ടിയാണ് എന്ന്. അള്ളാഹു മനുഷ്യരെ നന്നാക്കാൻ വേണ്ടി കൊടുത്തയച്ച കിതാബൊക്കെ നാട്ടുകാർ കേടുവരുത്തുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ കിതാബൊക്കെ സംരക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞതിനെല്ലാം വിരുദ്ധമായിട്ടുള്ള ആഭാസത്തരങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. 26. ഇവർക്ക് മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു എന്നത് ഇവർക്ക് മാർഗദർശനം നൽകുന്നില്ലേ? ഇവർ അവരുടെ വാസസ്ഥലങ്ങളിൽ കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നിശ്ചയമായും അതിൽ പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്, എന്നിട്ട് ഇവർ കേട്ടറിയുന്നില്ലേ? ഇവർ സഞ്ചരിക്കുന്നില്ലേ എന്ന് ഇടക്കിടക്ക് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ മുഹമ്മദും കൂട്ടരും അറബികൾ യാത്ര ചെയ്തിരുന്ന സ്ഥലത്ത് എവിടേക്കോ ചില മലയും കുന്നൊക്കെ ഇടിഞ്ഞു കിടക്കുന്നതോ അല്ലെങ്കിൽ മുമ്പ് എന്തെങ്കിലും പ്രകൃതിക്ഷോഭം ഉണ്ടായതിൻ്റെയോ ചില അടയാളങ്ങൾ അവിടെ ഉണ്ട്. ഈ അടയാളങ്ങളെ ബേസ് ചെയ്തിട്ട് പല കെട്ടുകഥകളും ആ നാട്ടിൽ പ്രചാരത്തിലും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ചില കഥകളെയൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് മുഹമ്മദിൻ്റെ തൗഹീദ് കഥയാക്കിയിട്ട് മാറ്റി. എന്നിട്ട് ഈ മക്കക്കാരോട് മുഹമ്മദ്
മുഹമ്മദ് പറയുന്ന കെട്ടുകഥകൾക്ക് തെളിവായിട്ട് നിങ്ങൾ അത് കണ്ടില്ലേ, അവിടെ മലയിടിഞ്ഞത് കണ്ടില്ലേ, അവിടെ കൊടുങ്കാറ്റുണ്ടായതിൻ്റെ അടയാളം കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ആ അടയാളങ്ങളൊന്നും മുഹമ്മദ് പറയുന്ന കഥയ്ക്കുള്ള ദൃഷ്ടാന്തമേ ആവുന്നില്ല. കാരണം ആ കഥകളൊക്കെ അവർക്കറിയാം. അവിടുത്തെ കഥകളെല്ലാം മുഹമ്മദിൻ്റെ മുമ്പ് തന്നെ ഇവർക്കറിയാം. ആ കഥകളൊന്നും മുഹമ്മദ് പറയുന്ന കഥയുമായിട്ട് ഒരു പൊരുത്തമില്ല എന്നുള്ളതും, മുഹമ്മദ് ആ കഥയെല്ലാം പെറുക്കിക്കൊണ്ടിട്ട് അതിൻ്റെയൊക്കെ ആളാക്കിയിട്ട് മുഹമ്മദ് അവതരിപ്പിക്കുകയാണെന്നുള്ളതും മനസ്സിലായതുകൊണ്ടാണ് മക്കക്കാർ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞത്. മക്കക്കാർക്ക് ആവശ്യം എന്തായിരുന്നു? മുഹമ്മദ് ഈ പറയുന്ന കഥയും മുഹമ്മദിൻ്റെ പ്രവാചകത്വവും മുഹമ്മദിൻ്റെ വെളിപാടും വസ്തുതയാണ് എന്നതിൻ്റെ തെളിവായിരുന്നു മക്കക്കാർ ചോദിച്ചുകൊണ്ടിരുന്നത്. ആ തെളിവ് കിട്ടി ബോധ്യപ്പെട്ടാൽ വിശ്വസിക്കാൻ അവർ സന്നദ്ധരായിരുന്നു. അത് മുഹമ്മദിൻ്റെയും ഖുർആനിലെയും ഈ വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അവർ ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് വിശ്വസിക്കാത്തത് എന്ന് ഇവിടെ തന്നെ മുമ്പ് തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. അവർക്ക് ഇതൊക്കെ നേരിട്ട് കാണുമ്പോൾ പരലോകത്ത് വെച്ച് ബോധ്യപ്പെടും എന്നും അപ്പോൾ അവർ ഞങ്ങൾ വിശ്വസിച്ചോളാമെന്ന് പറയുന്നു, അപ്പോൾ വിശ്വാസം സ്വീകരിക്കില്ല എന്നൊക്കെയാണ് ഇവിടെ ഭീഷണിപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് അവർ പറയുന്നത് അള്ളാഹ്ക്ക് ബോധ്യപ്പെട്ടിരിക്കണമെന്നാണ്, അല്ലെങ്കിൽ മുഹമ്മദിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അവർക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അവർ വിശ്വസിക്കാത്തത് എന്ന വസ്തുത മുഹമ്മദിനും മുഹമ്മദിൻ്റെ അള്ളാഹുവിനും ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ വിശ്വസിക്കുന്നില്ല എന്നതിലുള്ള മുഹമ്മദിൻ്റെ നിരാശ പകയായി മാറുകയും പക വന്ന് നിറഞ്ഞതോടുകൂടി മുഹമ്മദിന് സമനില നഷ്ടപ്പെടുകയും പരസ്പര വിരുദ്ധമായിട്ടുള്ള തലയിലെഴുത്ത് പോലുള്ള സിദ്ധാന്തങ്ങൾ പറഞ്ഞ് മുഹമ്മദ് കൂടുതൽ അവിടെ പരിഹാസ്യനാവുകയും ചെയ്യുന്ന ദയനീയ ചിത്രമാണ് ഖുർആൻ വരച്ച് കാണിക്കുന്നത് മുഴുവനും. വരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക് നാം വെള്ളത്തെ കൊണ്ടുചെല്ലുന്നു എന്നത് ഇവർ കണ്ടുകൂടെ? അങ്ങനെ ഇവരുടെ കന്നുകാലികളും ഇവർ തന്നെ തിന്നുകൊണ്ടിരിക്കുന്ന കൃഷിയെയും നാം അതുമൂലം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു, എന്നിട്ടും അവർ കണ്ടറിയുന്നില്ലേ? വരണ്ട് കിടക്കുന്ന കൃഷിഭൂമിയിൽ മഴ പെയ്യുന്നതുകൊണ്ടും അവിടെ കന്നുകാലികൾ തിന്നുന്നത് കൊണ്ടുമൊക്കെ മുഹമ്മദ് പ്രവാചകനാണെന്ന് എങ്ങനെ തെളിയിക്കപ്പെടുക? ഇത് എന്തൊരു പൊട്ടത്തരാണ് ഈ പറയുന്നത്. വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ പെയ്യുമ്പോൾ ചെടികൾ മുളച്ച് വരുന്നു, അത് കന്നുകാലികൾ തിന്നുന്നു, എന്നിട്ടും അവർ കണ്ടറിയുന്നില്ലേ എന്ന് വെച്ചാൽ എന്ത് കണ്ടറിയാനപ്പോൾ അതിലുള്ളത്? അതിൽ മുഹമ്മദ് പ്രവാചകനാണ് എന്നതിനോ ഈ ഖുർആൻ പടച്ചോൻ്റെ വെളിപാടാണ് എന്നതിനോ മുഹമ്മദ് പറയുന്ന പടച്ചോനാണ് ഒറിജിനൽ പടച്ചോൻ എന്നതിനോ എന്ത് തെളിവാണുള്ളത്? അതൊക്കെ ഇപ്പോൾ വേറെ പടച്ചോന്മാരായാലും ഉണ്ടാവില്ലേ? ഒന്നിലധികം പടച്ചോന്മാരുണ്ടായാലും മഴ ചെയ്താൽ വിത്ത് മുളക്കും. അള്ളാഹു അല്ലാത്ത പടച്ചോന്മാരാണ് ഒറിജിനൽ പടച്ചോന്മാരെങ്കിലും വിത്ത് മുളക്കും. പിന്നെ എന്താ ഇപ്പോൾ എന്ത് ദൃഷ്ടാന്തപ്പയിലുള്ളത്? മുഹമ്മദ് പ്രവാചകനാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമല്ലേ അവർ ചോദിച്ചത്? അതിന് എന്ത് മറുപടിയാണിത്? അപ്പോൾ തീർത്തും അപ്രസക്തമായ കാര്യങ്ങൾ, മണ്ടത്തരങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് കൂടുതൽ കൂടുതൽ പരിഹാസം ഏറ്റുവാങ്ങുക. ഇതായിരുന്നു മുഹമ്മദിൻ്റെ പണി, മുഹമ്മദിൻ്റെ അള്ളാഹുവിൻ്റെയും പണി. 28 അവർ പറയുന്നു, എപ്പോഴാണ് ഈ വിജയം നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ? എപ്പോഴാണ് ഈ തീരുമാനം നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ? അപ്പോൾ ഈ പരലോകത്തെ തീരുമാനവും പരലോകവും സ്വർഗവും നരകമൊക്കെ എപ്പോഴാണ്, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ ശിക്ഷ എപ്പോഴാണ്? നിരന്തരം മക്കക്കാർ മുഹമ്മദിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. മുഹമ്മദിനെ വെള്ളം കുടിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിന് ഖുർആനിൽ ഇങ്ങനെ ഉത്തരം പറഞ്ഞ് നാണം കെടുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ശിക്ഷ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ വരും, അടുത്ത് വരും എന്ന് പറഞ്ഞിട്ട് നാണം കെട്ടു. അപ്പോൾ വീണ്ടും വരെ പരിഹസിച്ചപ്പോൾ അത് എപ്പോഴാണ് വരിക എന്നുള്ളത് എനിക്കറിയില്ല എന്ന് ഇജാണ്ട് പറഞ്ഞാളാ എന്ന് അല്ല അറിയണ അള്ളാഹു ഇങ്ങോട്ട് പറയുകയാണ്. ഇങ്ങനെ നാണക്കേടും വഷളത്തരങ്ങളും ഉണ്ടാക്കുന്ന തരത്തിൽ മുഹമ്മദ് ബബ്ബബ അടിക്കുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് ഇതൊക്കെ തെളിയിക്കുന്നത്. 29-ാമത്തെ വാക്യം പറയുക, വിജയത്തിൻ്റെ അഥവാ തീരുമാനത്തിൻ്റെ ദിവസം അവിശ്വസിച്ചവരായ ആളുകൾക്ക് അവരുടെ വിശ്വാസം ഫലം ചെയ്യുന്നതല്ല, അവർക്ക് കാലാവധി നൽകി താമസം ചെയ്തു കൊടുക്കുന്നതുമല്ല. അപ്പോൾ അവർക്ക് ലോകാവസാനം എപ്പോഴാണ് വരിക എന്ന് അവരതാ ചോദിക്കുന്നു. ഇല്ലാണ്ട് പറഞ്ഞാളോ അത് വന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു രക്ഷയും കിട്ടില്ല, നിങ്ങൾക്ക് നീട്ടിത്തരുമൊന്നുമില്ല എന്നാണ് പറഞ്ഞ് പേടിപ്പിച്ചാളോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പരിഹാസ്യനാവുകയാണ് ഇവിടെ. 30 അതുകൊണ്ട് നീ അവരിൽ നിന്നും തിരിഞ്ഞു കളയുക, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക, നിശ്ചയമായും അവർ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ഇവിടെ മുഹമ്മദ് വീണ്ടും ഭീഷണിപ്പെടുത്തുകയാണ്. നീ ഈ തൽക്കാലം അവരോട് തർക്കിക്കാനൊന്നും പോകണ്ട, നീ അങ്ങോട്ട് പിന്തിരിഞ്ഞാളാ, ഓലവിടെ കാത്തിരിക്കട്ടെ, നമുക്കും കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഹമ്മദ് മനസ്സിലുണ്ടായിരുന്ന പ്രതികാര ബുദ്ധി ഒരു ഭീഷണിയായി പുറത്തേക്ക് വിടുന്നതാണ് കാണുന്നത്. ഈ ഭീഷണി മുഴക്കി അധികം താമസിയാതെ മുഹമ്മദ് മക്കയിൽ നിന്ന് സ്ഥലം വിടുന്നു, മദീനക്കാരുമായിട്ട് കരാറുണ്ടാക്കുന്നു. ആ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മദീനയിൽ പോയിട്ട് മുഹമ്മദ് മക്കക്കാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നതും ചതി പ്രയോഗിക്കുന്നു എന്നതൊക്കെയാണ് പിന്നീടുള്ള കഥ. ഈ മക്കയിൽ അവസാന കാലത്ത് വന്ന മിക്ക അധ്യായങ്ങളുടെയും അവസാനം ഈ ഭീഷണി മുഴക്കിക്കൊണ്ടാണ് അവസാനിക്കുന്നത്.
അതിൽ നിന്ന് മുഹമ്മദിൻ്റെ മനസ്സ് വളരെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാം. മുഹമ്മദ് വളരെ പ്ലാൻ ചെയ്തിട്ടാണ് മദീനയിലേക്ക് പലായനം ചെയ്യുന്നത്. ചതി ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ടാണ് പോകുന്നത്. ആ ചതി മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളെ ഞാൻ ശരിപ്പെടുത്തുമടാ എന്ന മനസ്സിൽ വെച്ചുകൊണ്ടാണ് മുഹമ്മദ് ഈ ഭീഷണിയെല്ലാം അവിടെ മുഴക്കിയിട്ടുള്ളത്. മുഹമ്മദിൻ്റെ അള്ളാഹുവിന് 13 കൊല്ലം അവിടെ ഒരു ദൃഷ്ടാന്തവും കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദിൻ്റെ അള്ളാഹു 100% അവിടെ പരാജയമായിരുന്നു. പക്ഷേ മുഹമ്മദ് അതിനെല്ലാമുള്ള പ്രതികാരം പിന്നീട് ചതി പ്രയോഗിച്ചുകൊണ്ട് മക്കക്കാർക്ക് നേരെ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് മാനസികമായി മുഹമ്മദ് തയ്യാറെടുത്തിരുന്നു എന്നതിൻ്റെ സൂചനയാണ് മക്ക സൂക്തങ്ങളിൽ, മക്ക സൂറത്തുകളിൽ പലതിലും അവസാന കാലത്ത് വരുന്ന ഈ ഭീഷണി എന്നുകൂടി ഈ ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ അധ്യായത്തിലെ 30 വാക്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.